രണ്ട് കുട്ടികളാണുള്ളത്. അതിൽ ഇളയവനാണ് അശ്വിൻ റോബിൻ ജോസ്. അവൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. എൻ്റെ കുഞ്ഞിന് ചെറിയൊരു വയറുവേദന ഉണ്ടായി. അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചു വിട്ടു. പക്ഷേ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ലൂസ് ടൂൾസും വോമിറ്റിങ്ങും എല്ലാം ഉണ്ടായി. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവരവിടെ അഡ്മിറ്റ് ആകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞിനെ സ്ഥിരം കാണുന്ന പീഡിയാട്രിഷ്യൻ വന്ന് നോക്കി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ കുഞ്ഞിനിങ്ങനെ വയറുവേദനയുണ്ട്, പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കോഫി കളേർഡ് സ്റ്റൂൾസാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ ഉടനെ തന്നെ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉടനെ തന്നെ ഞങ്ങളെ സ്കാനിങ് റൂമിലേക്ക് അയച്ചു. സ്കാനിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പീഡിയാട്രിക്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻറ്റസ്റ്റൈൻ ഇൻ്റർസെക്ഷൻ എന്ന് പറയും. അത് കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പം 2 ചെറുകുടൽ വൻകുടലിനകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് സർജറി ഇല്ലാത്തത് കാരണം, സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പീഡിയാട്രിക് സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന്, വീട് തൊട്ടടുത്താണ് ഞങ്ങളുടെ, അവിടെ വന്ന് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത്. ഇവൻ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവ് എൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉടനെ തന്നെ ശനിയാഴ്ച ആയിരുന്നിട്ട് പോലും ഉടൻ തന്നെ പിന്നെ ഞങ്ങളവിടെ വിളിച്ച് ബന്ധപ്പെടുകയും ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പരുമല ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ 2 സ്ഥലത്തെ ഈ കുടൽ കയറി ഇരിപ്പുള്ളായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് 3 സ്ഥലത്തായി. അപ്പോൾ അവരും പറഞ്ഞു ഉടൻ തന്നെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ കുഞ്ഞിനെ OT ഡ്രസ്സെല്ലാം ഇടിപ്പിച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനെല്ലാം സെൻഡ് ചെയ്ത് സർജറി ചെയ്യുന്നതിനേക്കായിട്ട് കുഞ്ഞിനെ എല്ലാം ഒരുക്കി സർജറിക്ക് കൊണ്ടുവന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യാനായിട്ട് റൂമിൽ കയറ്റി. ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്താലേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടത്തുള്ളൂ. ഇതെന്തൊരു പരീക്ഷണമായത്. ആ സമയത്ത് അറിയാം, എൻ്റെ ബാഗിനകത്ത് എൻ്റെ മാതാവിൻ്റെ കാശ് രൂപ ഇരുന്നത്. ഞാൻ കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റിയെങ്കിലും ഞാൻ ഓടി എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്ത് അതിനുശേഷം കുഞ്ഞിനെ അടുത്ത സ്കാനിങ്ങിന് കയറ്റുന്നത്. അപ്പം സ്കാനിങ് റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഇരുട്ടുള്ളൊരു റൂമാണ്. പക്ഷേ ആ സ്കാനിങ് മെഷീന് പുറകിലായിട്ട് ഒരു നല്ല വെളുത്തൊരു നല്ല ഒരു രൂപം, ഒരു തലയിൽ തുണിയിട്ട ഒരാൾ നിൽക്കുന്ന ഒരു രൂപം ഞാനിങ്ങനെ കാണുക. അപ്പം ഡോക്ടർ വീണ്ടും നോക്കും, ഇവനെ ഒന്നും കാണാൻ പറ്റുന്നില്ല സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എന്താണെന്ന്. അപ്പം മേളിൽ ഇവനെ നോക്കുന്ന ഡോക്ടർ കോരുത്, മേളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ റെഡിയായി നിൽക്കും ഇവന് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വിളിച്ച് പറയുക, ഡോക്ടറെ അത് ഓക്കെ ആയി, ആ 3 സ്ഥലത്ത് കയറിയിരുന്ന് ആ കുടൽ തിരിച്ചറിഞ്ഞ് വന്നേക്കുക, ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുക. പക്ഷേ